ഇത് ഷോൾഡറാണ്. ഷോൾഡർ മാത്രം കളിക്കുള്ളൂ. നമ്മൾ ചെറുതായിട്ട് ആപ്സ് ചെറുതായിട്ട് കളിക്കും. ഫസ്റ്റ് നമ്മൾ വാംപ്പ് ചെയ്തു, അതായത് ഫുൾ സ്ട്രെച്ചിങ് കാര്യങ്ങൾ ചെയ്തു, പുഷപ്പ് എടുത്തു, ബൈക്ക് പുഷപ്പ് എടുത്തു, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കി. അപ്പോൾ വീഡിയോ എടുത്തില്ല. നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഷോൾഡർ പ്രസ് ചെയ്യുക, മെഷീനാണ് ചെയ്യുന്നത്. ജസ്റ്റ് നോക്കിയിട്ട് നല്ല താഴ്ത്ത രണ്ടാമത്തെ എക്സസൈസാണ്. ഫ്രണ്ട് ഹെഡിൽ ഒന്നും കൊടുക്കാണ്. അത് ഫെയിലായി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഡബിൾ ആം യൂസ് ചെയ്യാൻ കുറച്ച് മൊമെന്റ് യൂസ് ചെയ്തിട്ട് ലെവൽ ചെയ്യും. അപ്പോൾ സൈഡ് ഹെൽറ്റിലാണ്. സൈഡ് ഹെൽറ്റ് നമ്മൾ ലാറ്ററൈസാണ് ചെയ്യാൻ പോകുന്നത്. ക്യാബിളാണ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡബിൾ ചെയ്തു. പക്ഷേ ക്യാബിൾ ചെയ്യാണ്. അപ്പോൾ ഈ ലെവൽ വരും. ജസ്റ്റ് ചെരിഞ്ഞ് നിന്നിട്ട് ഡംബില്, അതുപോലെ ആ ഒരു കൈമുട്ട്, കേബിള്, അതേപോലെ കൈമുട്ട്, പിന്നെ നമ്മൾ ആ ഒരു ഷോൾഡർ വരെ ലെവൽ ചെയ്യുന്ന രീതിയിൽ പൊക്കുക, മെല്ലെ താഴ്ത്ത. ഇതാണ് നമ്മളെ പമ്പ്. കണ്ടാ, നമ്മൾ ഫ്രണ്ടിന് കളിച്ചു, സൈഡിന് കളിച്ചു. നമുക്ക് ബാക്ക് മൂന്ന് കളിക്കാണ്ട്, നമുക്ക് ഇതിന് കളിക്കാണ്ട്. ഇപ്പം നമ്മൾ അടുത്ത റൈഡിനാണ്, അതായത് ഈ ഒരു ഭാഗത്തിന്. ഇതിപ്പോൾ ഇതിപ്പോൾ ചെസ്റ്റ് പ്രൈസിൻ്റെ മെഷീനാണ്. ചെസ്റ്റ് പ്രൈസിൻ്റെ മെഷീൻ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും ലാസ്റ്റ് വീക്കിടും. എന്നിട്ട് കൈ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് കൈമുട്ടി ജസ്റ്റ് പൊക്കി വെക്കും. ഓക്കെ, നമ്മൾ ബാക്കിൽ കളിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചാണെങ്കിൽ അടിക്കുക തരാം. റൈഡിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പൊക്കിയിട്ടാണ് അടിക്കുക. അപ്പോൾ പൊക്കിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് ടച്ച് ചെയ്തിട്ട് കുറച്ച് ബാക്ക് നിന്നിട്ട് എന്നിട്ട് ഈ ലെവലിൽ നിന്നിട്ട് വേണം എടുക്കാൻ. ഹോൾഡ് ചെയ്യാൻ മെല്ലെ വിടാം. വെയിറ്റ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് കറക്റ്റ് ഫോം കിട്ടാത്തത്. ഓക്കെ, അപ്പറേറ്റർ ചെയ്യാൻ പോണത് എല്ലാവരും ക്ലോസ് ചെയ്യാൻ പിടിച്ചാണ് ഇങ്ങനെ ചെയ്യും. നമുക്ക് ഫുള്ളായിട്ട് കിട്ടൂല, പക്ഷെ വൈഡായി പിടിക്കാം. ബോഡി ഫ്രണ്ടിൽ കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പം നമുക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു ട്രാപ്സ് മുക്കും അതുപോലെ തന്നെ നമ്മുടെ മിഡിലിറ്റിന് രണ്ടിനും കിട്ടും.
ഖലാസ്. അപ്പോൾ ഷഗ്ഗും ഏത് വെയിറ്റ് എടുക്കുകയാണെങ്കിലും നമ്മൾ ഒരിക്കലും പോയിട്ട് ഇങ്ങനെ എടുക്കരുത്. ഓക്കെ, ഇരുന്നിട്ട് ജസ്റ്റ് ബാക്ക് പോക്കിയിട്ട് എന്നിട്ട് വേണം എടുക്കാൻ. തല താഴ്ത്തി വെക്കുക, ഫുൾ സ്ട്രെച്ച്, ഹോൾഡ് ചെയ്യുക, ഫുള്ള് വിടുക, ഫുള്ള് വിടുക. മതി മതി, തീരുമാനമായി. ഷോൾഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആപ്സാണ് കളിക്കാനുള്ളത്. ആപ്സ് നമ്മൾ ഫ്രണ്ടൊക്കെ നമ്മൾ ക്രഞ്ചസ് ചെയ്തു, അതേപോലെ തന്നെ നമുക്ക് സൈഡിക്കും ചെയ്തു, ഒബ്ലിക്സും ലോഡായി കിട്ടി. അപ്പോൾ ആപ്സ് ഞാൻ അധികം കളിക്കലില്ല. ആപ്സ് ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്യലാണ് സാധാരണ. കളിക്കുകയാണെങ്കിൽ ആ ആഴ്ച ഒരു ദിവസമേ കളിക്കുന്നുണ്ടാവുള്ളൂ, ആഴ്ച 2 ദിവസം കളിക്കാൻ നോക്കും, പക്ഷേ ഒരു ദിവസമേ കളിക്കലുണ്ടാവുള്ളൂ. ആ കളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചേ കളിക്കുള്ളൂ, അതായത് ഒരു 3 വർക്കൗട്ടൊക്കെ ചെയ്യണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കടന്നിട്ട് സർക്യൂട്ട് ചെയ്യണം, ഒരു 5 വർക്കൗട്ട് ഒപ്പം ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും 2 എക്സസൈസ് തീർത്തു. കാരണം നമ്മൾ ബോഡി ഫാറ്റ് കുറഞ്ഞ് കഴിഞ്ഞാൽ ആപ്സ് കാണുള്ളൂ. അപ്പോൾ ബോഡി ഫാറ്റ് കുറയാതെ നമ്മൾ എത്ര ആപ്സ് കളിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ആരും ഓവറായിങ്ങനെ ആപ്സിന് കളിക്കാതെ ഡയറ്റിൽ ഫോക്കസ് ചെയ്യുക. അതിന് കൂടെ ആപ്സിന് 2 ദിവസം ആഴ്ചയിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഇത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ, ഖലാസ്.